ദേശീയ ജലപാത വികസനത്തോടനുബന്ധിച്ച് പാർവതി പുത്തനാറിന്റെ ഇരുകരകളിലും 70 വർഷത്തിലേറെയായി ഇവിടെ താമസിച്ചു വരുന്ന ഞങ്ങളെയും കച്ചവടത്തിലൂടെ ഉപജീവനം നടത്തുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ സ്ഥാപനത്തെയും വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ. ഇതിനായി ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന നഷ്ടപരിഹാരം കൊണ്ട് ഈ പരിസരത്ത് 1 സെന്റ് പോലും വാങ്ങാൻ കഴിയില്ല. സർക്കാരിനോ നാടിന്റെ വികസന കാര്യങ്ങൾക്കോ ഞങ്ങൾ എതിരല്ല. എന്ത് ചെയ്യുമെന്ന് ഒരു കാര്യമില്ലാതെ ഞങ്ങൾ ജീവിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകണം? 10-60 വർഷം കൊണ്ട് ഈ മണ്ണും ഭൂമിയായിട്ട് ജീവിച്ച ഞങ്ങൾക്ക് കുട്ടികളെയും കൊണ്ട് പോയി ഒതുങ്ങാനായിട്ട് ഒരു സ്ഥലവുമില്ല. ഞങ്ങൾക്ക് അതിനുള്ള നീതി കൽപ്പിച്ച് തരണം. ഞാൻ ഈ കടയിലെ സ്റ്റാഫാണ്. അലക്കും തേപ്പുമാണ്. ഞങ്ങൾ 2 വർഷമായി ഞാനിവിടെ വന്നിട്ട്. കാരണം പെട്ടെന്ന് ഇതൊരു മാറിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ എടുക്കാൻ വേറെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. എനിക്ക് അമ്മയില്ലാത്തൊരു മകളാണ്. അതിനുവേണ്ടി നീതി കാണിക്കുക, സഹായിക്കുക, എന്നെപ്പോലെ ബാക്കിയുള്ള എല്ലാവരും. പാർവതി പുത്തനാറിൻ്റെ വികസനത്തിന് ഒരിക്കലും ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ ഈ വീട് സ്ഥലം വിട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ ഞങ്ങളുടെ തൊഴിലുകളെല്ലാം നഷ്ടമാകുകയാണ്. പാർവതി പുത്തനാർ ഒരു വികസന സംബന്ധമായ രീതിയിൽ 2021 കാലഘട്ടങ്ങൾ മുതൽ ഇത് നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കടലുമായി ബന്ധപ്പെട്ട തൊഴിലെടുത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ പരിസരം വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കാൻ കഴിയില്ല. ഈ പ്രദേശത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 40 ലക്ഷം രൂപ വില വരുന്നു. ആ 40 ലക്ഷം രൂപയുടെ മൂല്യത്തിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം. ഇവരിപ്പോൾ പുതിയൊരു പദ്ധതി കൊണ്ടുവരുന്നു. പിന്നെ പൂന്തോട്ടം 30 കോടി രൂപ കൊടുത്ത് പൂന്തോട്ടം നിർമ്മിക്കാൻ വേണ്ടി പോകുന്നു. എന്തോന്ന് പൂന്തോട്ടം? ഒരു പൂന്തോട്ടമല്ല. ആ പൂന്തോട്ടത്തിൻ്റെ പേരും പറഞ്ഞ് 2 കോടി രൂപയുടെ പൂന്തോട്ടം ഇറക്കി ജനങ്ങളെ ശരിക്കും കബളിപ്പിച്ച് ബാക്കി മുഴുവനും എല്ലാം കൈയിട്ട് വരാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ്. അതല്ലാതെ പിന്നെ വേറെ തോന്നും. എന്നാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ ഞങ്ങൾക്ക് നടത്തി തന്നേ മതിയാകൂ. പാർവതി പുത്തനാറിന്റെ വികസനം 30 മീറ്ററിൽ ചുരുക്കുക. അളവുകളില്ലാതെ തോന്നുംപടി സ്ഥാപിച്ച മഞ്ഞ കുറ്റികൾ 30 മീറ്ററിൽ മാറ്റി സ്ഥാപിക്കുക. പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വസ്തുവിന് കുറഞ്ഞത് 25 ലക്ഷം രൂപയും അതിലെ കെട്ടിടങ്ങൾക്ക് 2024 സ്ക്വയർ ഫീറ്റ് റേറ്റും നൽകുക. രേഖകൾ ഉള്ളവർക്ക് മാർക്കറ്റ് വിലയുടെ 3 ഇരട്ടി എന്ന മാനദണ്ഡം പാലിച്ച് നഷ്ടപരിഹാരം നൽകുക. വ്യാപാര സ്ഥാപനങ്ങൾക്കും അതിലെ തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക. പാർവതി പുത്തനാറിന്റെ വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പൊതുജനങ്ങളുടെ അറിവിലേക്കായി പുറത്തുവിടുക. ഞങ്ങളുടെ ഇത്രയും ആവശ്യങ്ങൾ നടക്കുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ നീതിക്കായി പോരാടുക തന്നെ ചെയ്യും. ജനിച്ച മണ്ണിൽ തെരുവ് പട്ടികളെ പോലെ കണക്കാക്കി ആട്ടിയിറക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളെ നിങ്ങൾ ഇട്ടുതരുന്ന എല്ലിൻ കഷ്ണങ്ങൾ ഏറ്റുവാങ്ങി ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളാകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ ജനിച്ച മണ്ണിൽ മനുഷ്യരായി തന്നെ ജീവിക്കാനും നിലവിലെ സാഹചര്യത്തിൽ നിന്നും മെച്ചപ്പെട്ട നിലവാരത്തിൽ ജീവിക്കുവാനും മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഞങ്ങളുടെ ഈ മണ്ണ് വിട്ടൊഴിയാൻ തയ്യാറല്ല എന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു.